ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒജീവ് വെച്ചുകൊണ്ട് അതായത് ഗ്രാഫിക്കലായിട്ട് എങ്ങനെയാണ് മീഡിയം കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് +1-നും ഒപ്പം തന്നെ ഡിഗ്രിക്കൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പഠിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഒജീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എനി കണ്ടിന്യൂസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. നമുക്ക് കണ്ടിന്യൂസ് സീരീസിലുള്ള അതായത് ക്ലാസ് ഇൻ്റർവലും ഫ്രീക്വൻസിയൊക്കെ ഉള്ള ആ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒജീവ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മീഡിയൻ അങ്ങനെയും ഗ്രാഫിക്കലായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പോളിഗൺ എന്നും പറയാറുണ്ട്. അതായത് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോൺ ആസ് ഒജീവ് ഓർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. അപ്പോൾ നമ്മളിവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പോളിഗൺ അല്ലെങ്കിൽ ഒജീവ് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അതായത് കണ്ടിന്യൂസ് സീരീസിൽ ഫ്രീക്വൻസീനെ നമ്മൾ ക്യുമുലേറ്റീവ് സീരീസിലേക്ക് അങ്ങനെ മാറ്റി എഴുതിക്കൊണ്ട് അതിനെ ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു മീഡിയൻ്റെ ആ ഒരു കാൽക്കുലേഷനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവുമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. നമുക്കൊരു പ്രോബ്ലം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ താഴത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ദ ഒജീവ് ഫോർ ദി ഫോളോവിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദെൻ ഫൈൻഡ് ഔട്ട് മീഡിയൻ ഗ്രാഫിക്കലായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ചെക്ക് ദ ആൻസർ ബൈ അപ്ലൈയിങ് ഇൻട്രപൊളേഷൻ ഫോർമുല. അപ്പോൾ നമുക്ക് മീഡിയൻ നമുക്ക് ഗ്രാഫിക്കലായിട്ടും ഒപ്പം തന്നെ ഇൻട്രപൊളേഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിരുന്നു അല്ലേ, ഒരു ഫോർമുല ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഫോർമുലയാണ് നമ്മൾ ഇൻട്രപൊളേഷൻ ഫോർമുല എന്ന് പറയുന്നത്. ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫിക്കലായിട്ട് നമ്മൾ കണ്ടെത്തുന്ന മീഡിയൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് കൂടെ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഇൻട്രപൊളേഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് മീഡിയൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഗ്രാഫിക്കലായിട്ടും വരച്ച് അത് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് തന്നിട്ടുണ്ട്, ക്ലാസ് ഇൻ്റർവൽ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്, അതായത് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ ഫ്രീക്വൻസികളും തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ മീഡിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. മീഡിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയാം ക്ലാസ് ഇൻ്റർവൽ ആദ്യം എടുത്തെഴുതുന്നു, അതിനുശേഷം നമുക്ക് ഫ്രീക്വൻസി എഴുതുന്നു, പിന്നെ CF അല്ലേ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ക്ലാസ് ഇൻ്റർവൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾക്ക് നേരത്തെ ക്ലാസ്സിൽ അറിയാം. അപ്പോൾ വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കുക. നമുക്ക് ഫ്രീക്വൻസി നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു, അതിനുശേഷം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതാൻ വേണ്ടി ആദ്യത്തെ കളത്തിൽ നമ്മൾ ഇതേ ഫ്രീക്വൻസിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നല്ലേ. അതിനുശേഷം നമുക്ക് ഓരോരോ ഫ്രീക്വൻസികൾ കൂട്ടി താഴോട്ട് എഴുതി വയ്ക്കുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ 5ൻ്റെ കൂടെ 4 കൂട്ടിയിട്ട് നമ്മൾ 9 കണ്ടെത്തുന്നു, 9ൻ്റെ കൂടെ 8 കൂട്ടി 17 കണ്ടെത്തുന്നു, 17 + 12 29, 29 + 16 45 അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തി പോകുന്നത്. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ആ ഫ്രീക്വൻസിയുടെ ടോട്ടൽ തന്നെയായിരിക്കും അല്ലേ. അതായത് ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് അത് തന്നെയായിരിക്കും 95 നമുക്ക് അവസാനം കിട്ടുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടോട്ടൽ ചെയ്താലും എത്ര കിട്ടും, 95 തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മീഡിയം കണ്ടെത്താൻ വേണ്ടി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താണ്, n/2 ഐറ്റം കണ്ടുപിടിക്കണം അല്ലേ. അതായത് m കണ്ടുപിടിക്കണം. m നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ m-c എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ വന്നിരിക്കുന്ന ഐറ്റമാണ് m എന്ന് പറയുന്നത്. അപ്പോൾ സൈസ് ഓഫ് ദി n/2 ഐറ്റം അല്ലേ, അതായത് 95 ആണ് n എന്ന് പറയുന്നത്. 95 / 2 ഐറ്റം അതായത് 47th അല്ലേ. 47th എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് കിടക്കുന്നത് നോക്കുക. 45 കഴിഞ്ഞതിന് ശേഷമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 70 എന്ന് പറയുന്ന ഇതിലായിരിക്കും അടങ്ങിയിരിക്കുക. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീഡിയം ക്ലാസ് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഫ്രീക്വൻസി 25 ആണ് അല്ലേ. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ C എന്ന് പറയുന്നത് മീഡിയം ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് അല്ലേ. ഇതാണ് C എന്ന് പറയുന്നത് അല്ലേ. ആ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ട C അതാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് L1 + L2 - L1 / F × m-c അല്ലേ. L1 എന്ന് പറയുന്നത് മീഡിയം ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ്, L2 എന്ന് പറയുന്നത് മീഡിയം ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ്. അപ്പോൾ L1 + L2 - L1 ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറുകളെല്ലാം ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ മീഡിയം കണ്ടെത്തുന്ന മീഡിയം നമുക്ക് 51 എന്ന് കിട്ടി അല്ലേ. ഇനിയാണ് നമ്മൾ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ അതായത് ഒജീവ് വരച്ചുകൊണ്ട് മീഡിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ക്ലാസ് ഇൻ്റർവൽ നമുക്കിവിടെ ക്ലാസ് ഇൻ്റർവലായിട്ട് എഴുതാം, അല്ലെങ്കിൽ ക്ലാസ് ആയിട്ട് മാത്രം എഴുതാം കേട്ടോ. അപ്പോൾ ഇത് ക്ലാസ് ബൗണ്ടറീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലാസ് ബൗണ്ടറിയാണ് ഒരു ആദ്യത്തെ കോളം. പിന്നെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു കോളം കൂടെ നിങ്ങൾ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു കോളം ആഡ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ ആ കോളം വന്നിട്ടില്ല. ഫ്രീക്വൻസി എന്നൊരു കോളോടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്പം കൂടി പെട്ടെന്ന് തന്നെ ഇത് ചെയ്തു പോകാൻ പറ്റും. പിന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതായത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് 2 കോളങ്ങൾ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഈ കോളം മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇത്രയും കോളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒജീവ് വരച്ച് മീഡിയം കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്ലാസ് ബൗണ്ടറീസ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ക്ലാസ് ബൗണ്ടറീസ് എന്നാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈ 0 മുതൽ അതായത് ആദ്യത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് മുതൽ അവസാനത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് വരെയുള്ള ഐറ്റംസ് അല്ലേ. അത് റിപ്പീറ്റേഷൻ ഒഴിവാക്കിക്കൊണ്ട്
ഇപ്പോൾ 0, 10, പിന്നെ 20, 30, 40, 50, 60, 90, 100 വരെ അല്ലേ, 100 വരെ അങ്ങോട്ട് എഴുതുക. അതിനാണ് നമ്മൾ ക്ലാസ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ 0 ഉൾപ്പെടെ നിങ്ങൾ എഴുതിയേക്കുക കേട്ടോ. പിന്നെ ഈ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്, മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു കോളത്തിൽ നിങ്ങൾ ഫ്രീക്വൻസിയുടെ ഒന്ന് എഴുതി വെച്ചേക്കുക. അപ്പോൾ ലെസ് ദാൻ 0, ലെസ് ദാൻ ഇവിടെ വരുന്നത് മനസ്സിലാക്കേണ്ടത് ഈ ലെസ് ദാൻ 0, അതായത് 0ൽ കുറവുള്ള മാർക്കുള്ള കുട്ടികൾ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0 to 10 ആണല്ലേ, 0 ആണ് നമുക്ക് ഏറ്റവും മിനിമം മാർക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ കുറവൊന്നും വരികയല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം, 0 വരണം അല്ലേ. 0 to 10 മാർക്കുള്ള ആളുകൾ 5 പേര്, 10 മുതൽ 20 വരെ മാർക്കുള്ള കുട്ടികളുടെ എണ്ണം 4 പേര്. അങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ 0ക്ക് താഴെയുള്ള കുട്ടികൾ എത്രയുണ്ട്, ആരും തന്നെ ഇല്ല. 0ക്ക് മാർക്ക് താഴെ അങ്ങനെ വരില്ല. അപ്പോൾ അതുകൊണ്ട് ലെസ് ദാൻ എന്നുള്ളതിൻ്റെ കീഴിൽ നമ്മൾ ആദ്യത്തേറ്റ് എന്ത് എഴുതും, 0 എന്ന് തന്നെ എഴുതും അല്ലേ. ഇനി ലെസ് ദാൻ 10 ആണെങ്കിൽ നോക്കുക, ഇവിടെ നോക്കുക. ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ 0നും 10നും ഇടയ്ക്ക് കിട്ടിയ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണല്ലേ, 5 ആണല്ലേ. ആ ഫ്രീക്വൻസിയാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിരിക്കുന്നത്, ലെസ് ദാൻ 10. അപ്പം ഇവിടെ 10ൻ്റെ നേരെ നിങ്ങൾ ആ ഒരു ഫ്രീക്വൻസി ഇവിടെ ഈ കോളത്തിൽ വരുന്ന രീതിയിൽ എഴുതുക കേട്ടോ. അതായത് ഫ്രീക്വൻസി കോളം വരയ്ക്കുമ്പോൾ നിങ്ങൾ 0യുടെ ഇവിടെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ 10 തൊട്ട് വരുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഫ്രീക്വൻസി 5 അങ്ങനെ തുടങ്ങി ഫ്രീക്വൻസി താഴോട്ട് എഴുതുക. ഇതാണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഫ്രീക്വൻസി അല്ലേ, അതും കൂടെ താഴോട്ട് എഴുതിയേക്കുക. ഇനി ലെസ് ദാൻ 10 ഇവിടെ ഇങ്ങനെ വായിക്കേണ്ടത് ഇങ്ങനെയാണ്, ലെസ് ദാൻ 10 ഈ 10 ആണ് വായിക്കേണ്ടത് കേട്ടോ. മോർ ദാൻ വരുമ്പോൾ നമ്മൾ മോർ ദാൻ 10, 10ൽ കൂടുതൽ, മോർ ദാൻ 20, അങ്ങനെ ഇവിടെ ഈ കോളത്തിലേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ ലെസ് ദാൻ 10ൽ വരുന്നത് 5 പേരാണ് അല്ലേ, അതായത് 0 to 10 5 പേരാണ്. അപ്പോൾ 5 എന്ന് എഴുതി. ഇനി ലെസ് ദാൻ 20 ആണ് വരുന്നതെങ്കിൽ 9 എന്ന് വരും. അതെങ്ങനെയാണ് വരുന്നത്, 5, 4, 9 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ലെസ് ദാൻ്റെ കാര്യത്തിൽ ഓർത്തിരിക്കുക, നമ്മൾ സാധാരണ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തുന്ന പോലെ നമ്മൾ തൊട്ട് മുമ്പുള്ള ഫ്രീക്വൻസി ഏതാണോ അതിൻ്റെ കൂടെ അതിനുശേഷമുള്ള ഫ്രീക്വൻസി ആഡ് ചെയ്ത് വന്നാൽ മതി അല്ലേ. ഇവിടെ നമ്മൾ 5, 4, 9, ദെൻ 9, 8, 17, 17, 12, 29, 29, 16, 45 ആ രീതിയിൽ സാധാരണ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്ത് വന്ന് നമ്മൾ അവസാനം 95 കണ്ടുപിടിക്കുന്നു അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, അത് തന്നെയാണ് അല്ലേ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ലെസ് ദാൻ ഫ്രീക്വൻസിയിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ 95 ആണ് വരുന്നത്, നമുക്ക് ഫ്രീക്വൻസിയുടെ ടോട്ടലും 95 ആണല്ലേ, രണ്ടും സെയിം ആണെന്നുള്ളത് ആൻസർ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിരിക്കുന്നത് ശരിയാണെന്ന് ഉറപ്പെടുത്താൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഇനി നമുക്ക് മോർ ദാൻ ഫ്രീക്വൻസി ഉണ്ട്, മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നിങ്ങൾക്ക് തുടങ്ങേണ്ടത്, അത് ആരംഭിക്കേണ്ടത് ഇവിടെ 95 വെച്ചുകൊണ്ടാണ്. 95 എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് കിട്ടിയത്, 95 നമുക്ക് ഈ ഒരു ഫ്രീക്വൻസിയുടെ ടോട്ടൽ അല്ലേ, അല്ലെങ്കിൽ ഈ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അവസാനിച്ച ഈ ഒരു പോയിന്റ് 95, അതാണ് നമ്മൾ ആദ്യത്തെ ഐറ്റമായിട്ട് മോർ ദാൻ ഫ്രീക്വൻസിയിൽ ഈ 0യുടെ നേരെ കേട്ടോ. കാരണം 0യ്ക്ക് മുകളിൽ എത്ര കുട്ടികളുണ്ട്, 0യ്ക്ക് മുകളിൽ മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 95 ആണല്ലേ, അതായത് മൊത്തമുള്ള കുട്ടികളുടെ എണ്ണം. അപ്പോൾ 0 ഇവിടെ വരും, അതുകൊണ്ട് 95 നമ്മൾ 0യ്ക്ക് നേരെ ഇവിടെ എഴുതിയിരിക്കണം. ഇനി നമ്മൾ എഴുതേണ്ടത് 95ൽ നിന്ന് ഓരോ ഫ്രീക്വൻസിയായിട്ട് നമുക്ക് കുറച്ചാൽ മതി. ഇപ്പോൾ 95ൽ നിന്ന് 5 കുറച്ച് നമുക്ക് എത്ര കിട്ടും, 90 കിട്ടും അല്ലേ. 90ൽ നിന്ന് നമുക്ക് 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 86 കിട്ടും. അപ്പോൾ 86ൽ നമുക്ക് 8 കുറച്ച് കഴിഞ്ഞാൽ 78 കിട്ടും. 78ൽ നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ 66 കിട്ടും. അങ്ങനെ മോർ ദാൻ ഫ്രീക്വൻസി നമ്മൾ കുറച്ചാണ് വരേണ്ടത്. ലെസ് ദാൻ ഫ്രീക്വൻസി നമ്മൾ സാധാരണ പോലെ ആഡ് ചെയ്താണ് എടുത്തത് അല്ലേ. ഇവിടെ നമ്മൾ ലെസ് ചെയ്ത് വേണം നമുക്ക് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടതല്ലേ. അപ്പോൾ ഇതിനൊക്കെ അർത്ഥം എന്താണ്, 40ന് മുകളിൽ മാർക്ക് വാങ്ങിച്ച 66 പേരുണ്ടെന്നാണ് അല്ലേ. നമുക്ക് ആ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ നമുക്ക് ഇവിടെ കുറച്ച് ഇതുപോലെ കണ്ടുപിടിക്കാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അതായത് 100ന് മുകളിൽ മാർക്ക് കിട്ടിയ ആരുമില്ലല്ലോ, അപ്പോൾ 0 എന്നാണ് വരേണ്ടത്. അപ്പോൾ 0 ഇവിടെ വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്രീക്വൻസി, അതായത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒജീവ് വരയ്ക്കാൻ തുടങ്ങാം അല്ലേ. അതായത് ഒജീവ് വരച്ച് ഗ്രാഫിക്കലി നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് മീഡിയൻ, നമ്മൾ ഗ്രാഫിക്കലായിട്ട് ഒജീവ് വരച്ചുകൊണ്ട് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്ന ആ ഒരു ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഇതിന് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും അല്ലേ. നമുക്കിവിടെ വൈ ആക്സിസ് ഇവിടെയുണ്ട്, ഒപ്പം തന്നെ എക്സ് ആക്സിസ് ഇതുണ്ടല്ലേ. അപ്പോൾ ഇവിടെ വൈ ആക്സിസിൽ നിങ്ങൾ എഴുതേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്, CF എന്ന് എഴുതി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് ഈ ലെസ് ദാനും മോർ ദാനും ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് അല്ലേ. ഇവിടെ 0 മുതൽ 95 വരെ ഉണ്ടല്ലേ, 0 മുതൽ 95 വരെ. അപ്പോൾ നമുക്ക് അതെല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ നമുക്കൊരു തുല്യ അളവിൽ ഇവിടെ ആദ്യം കൊണ്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് നമുക്ക് 20, 40, 60 എന്നാണ് ഇട്ടിരിക്കുന്നത്. അല്പോടെ കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ 10, 20, 30, 40 എഴുതാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പേജ് കൂടുതൽ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫുൾ പേജ് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ 5 തൊട്ട് 95, 100 വരെ നിങ്ങൾക്ക് എഴുതാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഏതായാലും ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കുമെന്ന് വിചാരിക്കുക, അത് കൃത്യമായിട്ട് ഓർത്ത് തന്നെ ചെയ്യുക. ഇപ്പോൾ 10, 20, 30 എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ വെച്ചാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 10, 1 സെൻറ്റി ഇവിടെ നിന്ന് സ്കെയിൽ വെച്ച് അളന്ന് ഇവിടെ 10
ഇവിടെ വരുമ്പോൾ 1 സെൻറ്റിമീറ്റർ വരുമ്പോൾ 10 മാർക്ക് ചെയ്യുക, അടുത്ത 1 സെൻറ്റിമീറ്റർ വരുമ്പോൾ 20 മാർക്ക് ചെയ്യുക, 20 കഴിഞ്ഞ് 30 വരെ 1 സെൻറ്റിമീറ്റർ. ആ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് കൃത്യമായിരിക്കണം, ഓരോ സംഖ്യകളുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കൃത്യമായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് എഴുതുമ്പോഴും, അതായത് മാർക്ക് എഴുതുമ്പോഴും 10 to 100 വരെ എഴുതുന്നു, അവിടെ നമ്മളെന്താണ് അതേ ഡിസ്റ്റൻസ് തന്നെ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം എന്ന് വിചാരിക്കുക. ഇനി ഇവിടെ നമ്മൾ ഓർക്ക് ഇവിടെ ക്ലാസ് എഴുതുന്നത് അല്ലേ, ക്ലാസ് ഇൻ്റർവൽ അല്ലെങ്കിൽ മാർക്കാണ് എഴുതുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതും 10 മുതൽ 100 വരെ നമുക്ക് കാണിക്കുന്നു അല്ലേ. ഇനി ശേഷം നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ക്വസ്റ്റിലേക്ക് നോക്കണം, നമുക്കിവിടെ ക്ലാസ് ഇൻ്റർവൽ ഇവിടെ 0യ്ക്ക് ക്ലാസ് ഇൻ്റർവൽ ഈ ഫ്രീക്വൻസി എത്ര വന്നിരിക്കുന്നത്, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ആദ്യം ചെയ്യാം. 0യ്ക്ക് 0 തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 0യ്ക്ക് 0 തന്നെ, ഇവിടെ പ്രത്യേകിച്ച് മാർക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് 10ാമത്തെ ക്ലാസ് ബൗണ്ടറി വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് എത്ര ഫ്രീക്വൻസിയാണ് വരുന്നത്, ലെഫ്റ്റ് ഹാൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 5 എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ക്ലാസ് എവിടെയാണ് വന്നിരിക്കുന്നത്, ഇതാണ് ക്ലാസ് എന്ന് പറഞ്ഞത് അല്ലേ, ഈ വശമാണ് ക്ലാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലാസ്സിൽ 10, അതിൽ ഫ്രീക്വൻസി ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് 5 എവിടെ വരുന്നത് നോക്കി, ഇവിടെയാണ് 5 വരുന്നത് അല്ലേ, അതായത് 0ൻ്റെയും 10ൻ്റെയും നടക്കല്ലേ. അപ്പോൾ നമുക്കിവിടെ 5 വരുന്നുണ്ട്. അപ്പോൾ അതിന് നേരെ 10 ഇവിടെ നേരെയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ഇൻറ്റു മാർക്കിട്ട് അല്ലേ. അടുത്തത് നമ്മൾ നോക്കണം 20ൽ നേരെ 9 അല്ലേ, 20 നേരെ വരുന്നത് 9 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 20 ക്ലാസ് എന്ന് പറയുന്നത് 20, അതിൻ്റെ നേരെ 9 വരുമ്പോൾ 10ൻ്റെ തൊട്ടടുത്ത് ചേർന്നായിട്ടല്ലേ 20ൻ്റെ നേരെയായിട്ട് നമുക്ക് എന്ത് ചെയ്യും, അടുത്തൊരു ഇൻറ്റു മാർക്ക് നമ്മൾ ഇടുന്നല്ലേ. അടുത്തത് നോക്കുക, അടുത്തത് 30 30ൻ്റെ നേരെ 17 അല്ലേ. 30 ഇതാണ്, 30ൻ്റെ നേരെ 17, അതായത് ഒരു 20ൻ്റെ ഒക്കെ താഴെയായിട്ട് ഏകദേശം കണക്കൂട്ടി ഇൻറ്റു മാർക്ക് ഇടുന്നല്ലേ. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ബാക്കിയെല്ലാം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്ന് ലെഫ്റ്റ് ഹാൻഡ് ഒജീവ് കർവ് ഇവിടം വരെ വരും അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഒജീവ് എന്നുള്ളത് നിങ്ങളിവിടെ എഴുതി വയ്ക്കുക കേട്ടോ, ലെഫ്റ്റ് ഹാൻഡ് ഒജീവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി മോർ ദാൻ ഒജീവ് കർവ് അത് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. മോർ ദാൻ ഒജീവിൽ 0യുടെ നേരെ വരുന്നത് എത്രയാണ്, 95 ആണല്ലേ. 0യ്ക്ക് നേരെ 95, ഇവിടെ 0 ഇവിടെ ഉണ്ട്, 0യ്ക്ക് നേരെ 95 എന്ന് പറയുമ്പോൾ ഈ 90നും 100ൻ്റെ ഇടയ്ക്ക് വരും അല്ലേ. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുക. അടുത്തായിട്ട് വരുന്നത് 10ൻ്റെ നേരെ വരുന്നത് 90 ആണല്ലേ. 10ൻ്റെ നേരെ 90 വരുന്നു, 10 ഇവിടെയാണ്, 10ൻ്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ട് 90 വരുന്നു ഇവിടെ അല്ലേ. അപ്പോൾ നമ്മൾ 90ൻ്റെ നേരെ 10ൻ്റെ താഴെ നേരെ മുകളിലായിട്ട് 90ന് അടുത്തായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് ചെയ്തു. അതുപോലെ ബാക്കിയെല്ലാം മാർക്ക് ചെയ്ത് വരുന്നല്ലേ. മാർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് മോർ ദാൻ ഒജീവ് കർവ് ഇതുപോലെ ഇങ്ങനെ വരും അല്ലേ. അതിനുശേഷം ഈ 2 കർവുകളും തമ്മിൽ കൂട്ടുമുട്ടുന്ന ഈ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ താഴോട്ട് വരച്ച് ചെയ്യുമ്പോൾ നമുക്ക് 51ൻ്റെ ഇവിടെ കറക്റ്റ് മീഡിയം വരും. അപ്പോൾ നമ്മുടെ സ്പേസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നെങ്കിൽ നമുക്ക് മീഡിയൻ ഇവിടെ 51 കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു കൂട്ടിമുട്ടുന്ന പോയിൻറ്റ് 51 മാർക്കാണ് മീഡിയനായിട്ട് നമ്മൾ ആദ്യം ഇൻ്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഒജീവ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ ഒരു മീഡിയൻ ഗ്രാഫിക്കലി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക, ഒന്ന് തനിയെ ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് അടിച്ച് വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, താങ്ക്